ഈ ആലപ്പുഴയുടെ തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുള്ള കുറച്ച് സഹോദരിമാരുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ശരീരം വിറ്റ് ജീവിക്കുന്നവർ. പക്ഷെ അതീതീയമായി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് അവർ നേരിടുന്ന ഒരു മാനസിക വെല്ലുവിളിയാണ്. അവർക്ക് ജീവിക്കാനായിട്ട് വേറൊരു മാർഗമില്ല. പിന്നീട് ജീവിതത്തിന്റെ മാർഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴെല്ലാം തന്നെ അവരുടെ ആ കടന്നു ചെല്ലുന്ന മേഖലയിലൊക്കെ ശാരീരികമായ മിസ്യൂസിങ് നടക്കുന്നതുകൊണ്ടാണ് അവർ ഭാവിയിൽ ഇതായി തീരേണ്ടതായിട്ട് വന്നത്. അങ്ങനെ നിരവധി പേരുടെ ജീവിതത്തിൽ ഈ ശരീരം വിറ്റ് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യമാണോ? ഇത്രയും നാളും മാന്യമായിട്ട് ജീവിച്ചില്ലേ, ഇനി കുറച്ച് നാൾ ശരീരം വിറ്റ് ജീവിച്ചേക്കാന്ന് ആരെങ്കിലും ചിന്തിക്കും? പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് 2016 ഈ ആലപ്പുഴയുടെ തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുള്ള കുറച്ച് സഹോദരിമാരുണ്ട്. അവരൊക്കെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിൽ ശരീരം വിൽക്കേണ്ടതായിട്ട് വരുന്നിട്ടുള്ള മക്കളാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ശരീരം വിറ്റ് ജീവിക്കുന്നവർ. എനിക്ക് അവരോട് ആദ്യഘട്ടങ്ങളിൽ ഞാനൊരു റിസോർട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് പലരും വന്ന് റൂം എടുക്കാൻ വരുമ്പോൾ ഞാൻ അവരെ വളരെ ആക്ഷേപിച്ചൊക്കെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ, ആകാശപ്രവള ഡയറക്ടർ, അച്ഛൻ്റെ അടുത്ത് വളരെ സങ്കടത്തോടെ, എൻ്റെ ഒരു ആനിമേറ്ററാണ്, എൻ്റെ സ്പിരിച്വൽ ഫാദറാണ്. അച്ഛനോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ്, മാനെ നീ അവരെ അങ്ങനെ വെറുക്കരുത്. കാരണം ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവരെ ഒന്ന് വിളിച്ചുകൂട്ടി ഇവരുടെ ഇടയിൽ ഒരു സർവീസ്, ഒരു കോർഡിനേഷൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കാതിട്ട് പോയ കാര്യമാണ്. എൻ്റെ മനസ്സിൽ അവരെ ഒരു വൈറ്റ് ഏഞ്ചൽസ് എന്ന ഒരു കൂട്ടായ്മയ്ക്ക് രൂപപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ അവരെ വിളിച്ചുകൂട്ടി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതോടുകൂടിയാണ് എനിക്ക് ഇവരോടൊരു സിമ്പതിയും അവരുടെ ചില വ്യക്തികളുമായിട്ട് ഒക്കെ സംസാരിച്ചപ്പോൾ മാനസികമായിട്ട് എനിക്ക് അവരോട് അടുപ്പം തോന്നി. ഇന്നിപ്പോ കഴിഞ്ഞ 2016 മുതൽ ആ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നു. എനിക്ക് ഇടയഞ്ചരത്തെ പിതാവ് സെബാസ്റ്റ്യൻ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമിത്രൻ, ഇടയഞ്ചരത്തെ പിതാവാണ് എന്നെ കൂടുതൽ പ്രോത്സാഹനം. പിതാവിന്റെ ഒരു വിഷനായിരുന്നു ആ ഒരു മിനിസ്ട്രി. പിതാവ് വന്ന് ആലപ്പുഴയിൽ വന്നു ഉദ്ഘാടനം ചെയ്യുകയും ആലപ്പുഴ ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പുഴയിലിന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴ അന്നത്തെ നഗരസഭാ ചെയർമാനായിട്ട് തോമസ് ജോസഫും ഒക്കെ പങ്കെടുത്തൊരു മീറ്റിംഗ്. ഞങ്ങളൊരു 10-60ഓളം ഈ സെക്സ് വർക്കേഴ്സ്, ലൈംഗിക തൊഴിലാളികൾ അവിടെ കൂടുകയുണ്ടായി. അതോടുകൂടി എല്ലാ മാസങ്ങളിലും ഞങ്ങൾ അവരെ ഒന്നിച്ചു കൂട്ടി അവരോട് കാര്യങ്ങൾ, അവരൊക്കെ കൂട്ടായ്മ കൂടിയും കൗൺസിലിങ്ങും മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെയായിട്ട് ഇവിടെ ചിലർക്കൊക്കെ തയ്യൽ മെഷീനൊക്കെ മേടിച്ചു കൊടുത്ത്, ലോട്ടറി ടിക്കറ്റ് കച്ചവടത്തിലുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്ത് ഒക്കെ ചിലരൊക്കെ ചില മാറ്റം വരുത്തിയിട്ടുണ്ട്. ചിലർക്കൊക്കെ വീട്ടു ജോലികളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത്, ജോലി വരുമാനങ്ങളും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതീതീയമായി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് അവർ നേരിടുന്ന ഒരു മാനസിക വെല്ലുവിളിയാണ്. ഞാൻ പരിചയപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഉമ്മയുടെ നാവിന് ക്യാൻസറാണ്. ആ നാവ് മുറിച്ചു കളഞ്ഞു. മകൻ മാനസിക രോഗിയാണ്. അവർക്ക് ജീവിക്കാനായിട്ട് വേറൊരു മാർഗമില്ല. ഭർത്താവ് മകനെ 2 വയസ്സുള്ളപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പിന്നീട് ജീവിതത്തിന്റെ മാർഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴെല്ലാം തന്നെ അവരുടെ ആ കടന്നു ചെല്ലുന്ന മേഖലയിലൊക്കെ ശാരീരികമായ മിസ്യൂസിങ് നടക്കുന്നതുകൊണ്ടാണ് അവർ ഭാവിയിൽ ഇതായി തീരേണ്ടതായിട്ട് വന്നത്. അങ്ങനെ നിരവധി പേരുടെ ജീവിതത്തില് ഈ ശരീരം വിറ്റ് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യമാണോ? ഇത്രയും നാളും മാന്യമായിട്ട് ജീവിച്ചില്ലേ, ഇനി കുറച്ച് നാൾ ശരീരം വിറ്റ് ജീവിച്ചേക്കാന്ന് ആരെങ്കിലും ചിന്തിക്കും? അപ്പൊ ആ ഒരു പ്രതിസന്ധിയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞത് ഈ സമൂഹമാണ്. നമുക്കതിന് ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ കുടുംബങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ തന്നെ ആലപ്പുഴ നഗരത്തിൽ അവർക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവരാരും ആരുടെയും വീട്ടിൽ ചെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചു വരുത്തി കാര്യത്തിൽ ഏർപ്പെടുന്നവരല്ല. അവരെ അന്വേഷിച്ച് വരുന്നവരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിക്കുന്നു. അത് കുടുംബ തകർച്ചയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നിയമം കൊണ്ട് ഇവരെ അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. നമ്മുടെ സാംസ്കാരിക ബോധത്തിന് അത് വളരെ തെറ്റായിരിക്കാം. പക്ഷെ അവര് സമൂഹത്തിൽ വലിയ ശക്തിയായിട്ട് നിൽക്കുന്നു എന്നത് മനസ്സിലാക്കണം. ഒരു ന്യൂനപക്ഷമാണെങ്കിൽ പോലും ഇതൊരു തൊഴിലായിട്ട് മാറി നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതിന് ഏജന്റന്മാരുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അന്യ സംസ്ഥാനത്ത് നിന്നും ഈ ആൾക്കാരെ വിലയ്ക്ക് പറഞ്ഞ് നാട്ടിൽ കൊണ്ടുവന്ന് ആലപ്പുഴയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാതെ കണ്ട് ഈ ശരീരം വിറ്റ് ഭർത്താവിന് മരുന്ന് മേടിക്കാനും മക്കൾക്ക് മരുന്ന് മേടിക്കാനും ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനും വേണ്ടി ശരീരം വിറ്റേണ്ടതായിട്ട് വരുന്നവരെ
കുറ്റവാളികളായിട്ട് കണ്ടുകൊണ്ട് അവരെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി തികച്ചും തെറ്റാണ്. അത് ശരിക്കും ബഹുമാനപ്പെട്ട കളക്ടറാണെങ്കിലും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിലും വളരെ അവധാനമായ ചിന്തയോടുകൂടി അതിന്റെ കാര്യങ്ങൾ വ്യക്തത മനസ്സിലാക്കി ചർച്ച ചെയ്ത് അവരുടെ കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയുവാനായിട്ടുള്ളത്. പിന്നെ ഈ കേസിൽ എനിക്ക് നേരിട്ടറിയാവുന്ന ഇവരുടെ കൂട്ടായ്മയിൽ നിന്ന് അന്യസംസ്ഥാനത്ത് നിന്ന് കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ ഡ്യൂട്ടി ചെയ്ത പോലീസുകാർ അവരെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട്, അവരെ വിളിച്ചോണ്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പല ലോഡ്ജുകളിലും ഈ പോലീസുകാർ തന്നെ അവരെ യൂസ് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നു. 10 പൈസ പോലും അവർക്ക് കൊടുക്കത്തില്ല. എത്രയും നല്ല ഉദ്യോഗസ്ഥരെ അവരുടെ ഇടയിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ ഈ പുതിയതായിട്ട് ഇറങ്ങുന്ന ഓരോരുത്തരെ ഇവരിൽ നിന്ന് വരുന്നിട്ടുള്ള MBBS പഠിക്കുന്ന മക്കൾ വരെയുള്ള അമ്മമാര് ആലപ്പുഴ നഗരത്തിൽ സെക്സ് വർക്കേഴ്സായിട്ട് നിൽക്കുന്നു. MBBS പഠിക്കുന്ന മക്കളുള്ളവര് അവർ ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. ജീവിക്കാൻ വേറെ ഒരു മാർഗമില്ലാത്തതുകൊണ്ടാണ് മകന് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം വിൽക്കേണ്ടതായി വരുന്നത്. അപ്പൊ അതിനെ ചൂഷണം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ടത് പൊതുസമൂഹത്തിന് ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുക, CDS പോലുള്ള സംവിധാനങ്ങളിൽ കുടുംബങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കുക. ഇത് വലിയ ഒരു പ്രത്യാഘാതമായിട്ട് മാറി വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂട്ടായ്മ 40-ഓളം പേര് വന്നിട്ടുണ്ടായിരുന്നു. 6ഓളം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹോദരിമാരും കൂടെ പങ്കെടുത്തിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ ഈ സീസൺ ടൈമാണ്, ഇപ്പോഴേ ഞങ്ങൾക്ക് 10 പൈസ കിട്ടത്തുള്ളൂ. പോലീസുകാരെ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് എന്നെ നിൽക്കാൻ പറ്റുന്നില്ല. അവര് പല ഒറ്റപ്പെട്ട് ചിതറിക്കപ്പെട്ട് നിൽക്കുകയാണ് ഞങ്ങള്. അപ്പൊ അവരുടെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരോട് അനുതാപമുണ്ട്, എനിക്ക് അലിവുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റിയും ഞാൻ ഉൾപ്പെടുന്ന കൂട്ടായ്മയിലെ വ്യക്തികളും അവരെ സ്നേഹിക്കുന്നു. അവർക്കെതിരെ ഉണ്ടാകുന്ന നടപടികളെ ഞങ്ങൾ നിശ്ചിതമായി വിമർശിക്കുകയാണ്. അവർക്ക് ആവശ്യമായ സുരക്ഷിതത്വം കൊടുക്കുവാൻ നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് അവർക്ക് ആവശ്യമാകുന്ന വരുമാനം, ഞങ്ങളെ കഴിഞ്ഞ ദിവസം അവരോട് ചോദിച്ച് ഒരു 10,000 രൂപ വരുമാനം കിട്ടിയ മാസം കിട്ടിയാൽ നിങ്ങൾ ഇതിനകത്ത് മാറുക. നിരവധി പേര് കൈവക്കി. അപ്പൊ നിരവധി പേര് കൈവക്കിയത് എനിക്കറിയാം. ഞാൻ തന്നെ വീട്ടു വേലയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടുള്ള കുടുംബത്തിൽ പോലും അവരും അവിടെ മിസ്യൂസ് ചെയ്യപ്പെട്ടു. ഞാൻ ഒരിക്കലും അവർ ഇങ്ങനെ ഈ ഒരു മേഖലയിൽ നിന്ന് വന്നവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വീട്ടിൽ വലിയ ആതിഥ്യമുള്ള കുടുംബത്തിൽ വേറ്റുകാരിക്ക് വിട്ടിട്ട് ആ കുടുംബത്തിൽ വെച്ച് പോലും ഇവർ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ പിന്നെ പുറത്തെ കാര്യം പറയണോ? അപ്പൊ ഇതിനെ വളരെ നല്ലൊരു ചർച്ച നടത്തിയിട്ട് വേണം നഗരസഭയും ജില്ലാ ഭരണകൂടവും അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുവാനായിട്ട്.